വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ മുകളിൽ നിന്ന് ചെറിയൊരു റിയാക്ഷൻ തന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി വൺ ഡേ ചാർട്ട് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് വലിയ രീതിയിൽ മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് എടുത്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടാണ് ഇപ്പോൾ മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കിട്ടും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തു, ഡേ സപ്പോർട്ട് എടുത്തു, വീണ്ടും അവിടേക്ക് റീടെസ്റ്റ് വന്നു, സപ്പോർട്ട് എടുത്തു, വീണ്ടും നോക്കിയാൽ കാണാം നല്ലൊരു ഡീപ്പ് പുൾ ബാക്ക് എടുത്തു. പുൾ ബാക്ക് എടുത്തിട്ട് പിന്നെ തരുന്ന ക്യാൻഡിൽസ് എല്ലാം വളരെ സ്ട്രോങ് ആയുള്ള ബുള്ളിഷ് ക്യാൻഡിലുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വീണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതൊരു വലിയൊരു സപ്പോർട്ട് ഏരിയ ആണ്. എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തും നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇവിടെ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം 2 തവണ വന്നിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്, ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എൻട്രി സാധ്യതകളും മറ്റും പരിശോധിക്കാൻ വേണ്ടി 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ആണ് തരുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് എത്തുമെന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉള്ളത് നേരത്തെ വരച്ച ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണ്. 71.600 തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന് മുന്നൊരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് വന്ന് മാർക്കറ്റ് വന്ന് റിജക്ഷൻ തന്ന ഏരിയ ആണ്. ഒരുപക്ഷെ അവിടേക്ക് എത്തുന്നതിനേക്കാൾ മുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിലിന്റെ ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വന്നേക്കാം. അങ്ങനെ ഇറങ്ങി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീ എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന്, ഈ ഒരു വരച്ചിരിക്കുന്ന ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇവിടെയുള്ള ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്കും എത്താനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാണാം നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാൻ ഒരു പക്ഷേ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഇറങ്ങാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഡീപ്പ് പുൾ ബാക്കിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇൻബാലൻസിലേക്ക് എത്താം, ഇൻബാലൻസിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇംബാലൻസിലേക്ക് വന്നു എന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുക്കാൻ നിൽക്കണ്ട. കാരണം ഈ കുറച്ചുകൂടി താഴെ നോക്കിയാൽ കാണാം ഇവിടെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. പലതവണ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നു, പിന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി, പിന്നെ വീണ്ടും മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് വന്നു. വീണ്ടും നോക്കിയാൽ കാണാം ആ ഏരിയയിൽ നിന്നാണ് വളരെ സ്ട്രോങ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇംബാലൻസിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഇംബാലൻസിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ബൈ എൻട്രിയുടെ സാധ്യത പറയുന്നത്. ഇനി സെൽ എൻട്രിയുടെ സാധ്യതയും കൂടി നമുക്കൊന്ന് നോക്കാം. സെൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് കയറിയതിനു ശേഷം നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണ്. ആ റിയാക്ഷൻ കിട്ടി ഒരു റിജക്ഷൻ ക്യാൻഡിലായി മാറുകയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ താഴോട്ടേക്ക് ക്ലോസ് വരികയാണെങ്കിൽ ഒരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. അങ്ങനെ ആ ഒരു സെൽ എൻട്രി സാധ്യത വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ആയിരിക്കാം. ട്രെൻഡ് ലൈനിലേക്ക് എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ഇങ്ങനെ നീട്ടി പോകുന്നതാണ്. അപ്പോൾ ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ആയിരിക്കാം. അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ്
ഈ ഒരു ലോയിലേക്ക്, അതായത് ഈ ഒരു ഏരിയയിലേക്ക്, നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു സെൽ എൻട്രി എന്ന് പറഞ്ഞ്. മറ്റൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ നിന്ന് വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ റിയാക്ഷൻ മുകളിലോട്ട് വന്ന് വീണ്ടും ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ടിലേക്ക്, നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ലോയിനെയും എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പൊ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഏരിയാസ് എന്ന് പറയുന്ന സോണുകളാണ്, പ്രത്യേകിച്ച് എൻട്രി പോയിന്റുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതങ്ങനെ പറയാനുള്ള കാരണം, വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായി അനാലിസിസ് ചെയ്ത് ആ ഏരിയ മാർക്ക് ചെയ്ത് അവിടേക്ക് എത്തുന്ന സമയത്ത് ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു സ്പൂൺ ഫീഡിങ് പോലെ നമ്മൾ എൻട്രി പോയിന്റുകൾ പറയാറില്ല. കാരണം ഇതൊരു എഡ്യൂക്കേഷൻ കണ്ടന്റ് മാത്രമാണ്. അപ്പൊ എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാവരും അതൊന്ന് ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.